കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരുന്നു ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. മറ്റേ ഐ നോബിയൊന്നും കണ്ടിട്ടില്ല, കാണാം. ആൻഡ് ഈവിൾ ഡെഡ് ബേൺ കണ്ടു. എനിക്ക് പേഴ്സണലി ഒരു ഒരു ഓക്കേഷ് വാച്ചായിരുന്നു. എനിക്കൊരു വേറെ ലെവലായിട്ടായിട്ട് തോന്നിയില്ല. ഒരു ഫ്രാഞ്ചൈസിലെ 6ാമത്തെ പടമാണ്. സ്റ്റിൽ ഇത്രയും പടങ്ങൾ ഇറക്കിയിട്ടും നമ്മളിങ്ങനെ കണ്ട സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടും നമുക്ക് ഒരു ഒരു ബോറടിയൊന്നും ഇല്ലാതെ നമ്മൾ 2 മണിക്കൂർ തിയേറ്ററിനകത്ത് പിടിച്ചിരുത്താൻ ഈ ഒരു പടത്തിന് പറ്റുന്നുണ്ട്. എനിക്ക് ഈ ഒരു വേറെ ലെവലായിട്ടെന്ന് പറയാൻ കാരണം എനിക്കിപ്പോൾ ഈ ഫ്രാഞ്ചൈസിൻ്റെ ഒരു റീബൂട്ടായിരുന്നു ആദ്യത്തെ ഈവിൾ ഡെഡ്. മറ്റേ 2013 ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ റൈസ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബേൺ. ഈ പടത്തിൻ്റെ ഡയറക്ടർ ഇതിന് മുമ്പ് എടുത്ത പടമാണ് ഇൻഫെസ്റ്റഡ്. അത് കിടിലൻ പടമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഡയറക്ടർ ഇതെടുത്ത് വരുമ്പോൾ ആളുടേതായ കുറേ ഇൻപുട്ടുകളൊക്കെ ഈ പടത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അത് ഒരു പരിധി വരെയുണ്ട്. ഐ തിങ്ക് ഈ ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഗോറിയസ്റ്റ് ആയിട്ടുള്ള ഒരു പക്ഷേ സിനിമ ഇതായിരിക്കാം. പക്ഷേ ബ്ലഡിയസ്റ്റ് അല്ല. അതായത് ഭയങ്കര ബ്രൂട്ടലായിട്ട് സാധനങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മേക്കപ്പൊക്കെ വേറെ ലെവലാണ്. പക്ഷേ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് ആക്ച്വലി കഴിഞ്ഞ പടത്തിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ കുറേ കൂടി ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നത് പേഴ്സണലി എനിക്ക് ഈവിൾ ഡെഡ് റൈസ് ആയിരുന്നു. അത് അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം വളരെ മിനിമം ആൾക്കാരെ കൊണ്ട് തിയേറ്ററിൽ കണ്ട പടമായിരുന്നു. അതൊരു വൻ പൊളി സാധനമായിരുന്നു. 2023 തോന്നുന്നു ഈവിൾ ഡെഡ് റൈസ്. സോ ബേണിലേക്ക് വരുമ്പോൾ ഇതിലും ആ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് തന്നെയാണ്. മറ്റേ നെക്രോമാൻസർ, ആ ഒരു മറ്റേ ബുക്ക് ഓഫ് ദി ഡെഡ്, സെയിം സംഭവം തന്നെ. സോ ഈ ഒരു ഫ്രാഞ്ചൈസിൽ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കഥ ഓൾറെഡി അറിയാം. ഓക്കെ, ഇത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് നോക്കുന്നുണ്ടാവും, കഥ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് സിനിമ ഇനീഷ്യൽ പോർഷൻസിൽ. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറേ സാധനങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തേർഡ് ആക്ടിലേക്ക് വരുമ്പോൾ ഒരു ലെറ്റ് ഡൗൺ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ട് കഴിഞ്ഞ് സെക്കൻഡ് ആക്റ്റൊക്കെ പൊളി പീക്ക് സാധനമായിട്ട് ചെയ്ത സാധനം തേർഡ് ആക്ടിലേക്ക് വരുമ്പോൾ ഒരു യൂഷ്വൽ സാധാരണ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് പോലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഇവർ ചെയ്തു വെച്ച സാധനം പെട്ടായിരുന്നു. ആ ഒരു തേർഡ് ആക്റ്റും കൂടി, ഞാൻ പറഞ്ഞത് ഇതിന് ക്ലൈമാക്സ് എന്നല്ല, എൻ്റെ തേർഡ് ആക്റ്റും കൂടി കുറച്ചും കൂടി ഒരു എങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ആക്റ്റൊക്കെ ചെയ്ത് അതേപോലെ തന്നെ ഭയങ്കര സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻ്റർവെൽ ഇടുമല്ലോ. ഇൻ്റർവെല്ലിന് മുമ്പേ പടം കഴിഞ്ഞു. അതായത് ഒരു ഒന്നരല്ല ഒരു മണിക്കൂർ 1.25 മണിക്കൂർ എന്നാകുമ്പോഴാണ് ഇതിൻ്റെ ഇൻ്റർവെൽ ഇടുന്നത്. പിന്നെ ആകെ ഒരു അരമണിക്കൂർ എന്താ ബാക്കിയുള്ളൂ സെക്കൻഡ് ഹാഫ്. അങ്ങനെ കണ്ടതിൻ്റെയും പ്രശ്നമാണോ എന്നറിയില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവർ എല്ലാ സാധനങ്ങളും കാണിച്ചു കഴിഞ്ഞു. സോ അങ്ങനെ അവർ എലിവേറ്റ് ചെയ്തപ്പോൾ സാധനത്തിൽ ഒരു പ്രോപ്പർ എൻഡിങ്, നമ്മൾ ഒരു ഹൈ തരുന്നൊരു എൻഡിങ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും സിനിമയുടെ ആസ്വാദത്തെ ബാധിക്കുന്നൊരു കാര്യമല്ല. എനിക്ക് പേഴ്സണലി അത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കട്ടില്ല. റേറ്റഡ് പടമാണെങ്കിൽ പോലും സെൻസർ ബോർഡിന് എന്ത് പറ്റിയെന്നറിയില്ല. അല്ലാതൊക്കെ ആവശ്യമില്ലാത്ത ഈ ഒബ്സഷനിലൊക്കെ ആ ഒരു കുഞ്ഞു സീൻ, മറ്റേ മുഖത്ത് മറ്റേ സ്റ്റിയറിംഗ് വീലിൽ അടിച്ച് പൊളിക്കുന്ന സാധനം, അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ പല സിനിമകളിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. തോന്നുന്നു ഒന്നില്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു പടം വെറുതെ അപ്രൂവൽ കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് നോക്കിയപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില പടം വരെ ഇപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും ഉണ്ടാവുള്ളൂ. കാരണം എല്ലാം ഈ ഫസ്റ്റ് സീനിൽ തന്നെ ഈ പൊള്ളിയിട്ട് ഈ കയ്യിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചവിട്ടി നടന്നു വരുമ്പോൾ ഈ കയ്യിലെ തൊലി ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അവിടെ കാണാം ഇതിൻ്റെ മേക്കപ്പിൻ്റെ ക്വാളിറ്റി അത്രയും ഗംഭീരം, അത്ര റിയലിസ്റ്റിക് ആയിട്ട്. എനിക്ക് തോന്നുന്നത് അത് VFX ഒന്നും അല്ല, അത്ര കിഡിലും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പടത്തിൻ്റെ കിഡിലിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്യായ മേക്കപ്പാണ്, സൗണ്ട് ഡിസൈനും അടിപൊളി. ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്യുന്നവർക്ക് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു 2 എൻ ക്രെഡിറ്റും ഇതിലുണ്ട്. ഒരു പോസ്റ്റ് ക്രെഡിറ്റും ഒരു മിഡ് ക്രെഡിറ്റും. ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഇത് മാത്രമല്ല, ഈവൻ ഈവിൾ ഡെഡ് നമ്മുടെ പഴയ പടങ്ങൾ, പഴയ 3 പടവും പിന്നെ ഈ 3 പടം അല്ലാണ്ട് നമ്മുടെ ഈവിൾ ഡെഡിൻ്റെ മറ്റേ ക്യാരക്ടറില്ല, ആഷ് വേഴ്സസ് ഈവിൾ ഡെഡ് എന്ന് പറഞ്ഞൊരു സീരീസേ ഉണ്ട്, 3 സീസണൊക്കെ ഉള്ളത്. അത് പക്ഷേ കുറച്ചും കൂടി ഒരു ഹ്യൂമറൊക്കെ കലർത്തിയിട്ടുള്ള സാധനമാണ്. ഈ സിനിമയിൽ ഇതുപോലെ അസ്ഥാനത്ത് കയറി വരുന്ന കുറച്ച് കോമഡി സീനുണ്ട്. അത് പക്ഷേ സിനിമയിൽ ഒരു തരത്തിൽ എനിക്ക് ബ്ലെൻഡ് ആയ പോലെ തോന്നിയില്ല. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്ന സമയത്ത് ഒരു അമ്മൂമ്മനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഈ ഒരു ഫ്രാഞ്ചൈസി ഇങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ സ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ റൈസിലുള്ള ഒരു ടൈപ്പും ഇനി വരാതിരിക്കുന്ന അങ്ങനത്തെ ഇതിനെ ഈ ഒരു ഫ്രാഞ്ചൈസിനെ വെച്ച് ഇവരിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോപ്പർ എൻഡിങ്ങുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ വർഷം ഒരുപാട് ഹൊറർ പടങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ കണ്ടു. ഈ ഒരു ഹൊറർ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ ടൈമിലാണ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നത്. സോ ഇറ്റ്സ് വെരി ഗുഡ് ടു സീ നല്ല ഇങ്ങനത്തെ ഹൊറർ പടങ്ങൾ
ഈ വെറുതെ സ്വിച്ച് ഇട്ടാൽ തിരിയുമ്പോൾ കാണുന്ന പ്രേതമല്ല. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയുള്ളൊരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈവിൾ ഡെഡ് റൈസ് കാണാം. ഈ വർഷം പുറത്തിറങ്ങിയ മറ്റെല്ലാ സിനിമകളും കാണാം. ബാക്ക് റൂംസും ഒബ്സഷനൊക്കെ ഇവിടെ വൻ റിസപ്ഷനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈവിൾ ഡെഡ് റൈസ് ഫ്രാഞ്ചൈസിലെ ഒരു നല്ലൊരു എൻട്രി തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ദി ബെസ്റ്റ് അല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പക്ഷേ സ്റ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു പടം തന്നെയാണ് കണ്ടോക്ക് സിനിമയെ പറ്റിയിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.